1 Timothy chapter 2, initial verses. First of all, then, I urge that supplications, prayers, intercessions, and thanksgivings be made for all people, for kings and all who are in high positions, that we may lead a peaceful and quiet life, godly and dignified in every way. സ്തോത്രം. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി, ഭരണകർത്താക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ പൗലോസ് പറയുന്ന, സഭയെ പ്രബോധിപ്പിക്കണം എന്ന് പറയുന്ന ഒരു ഭാഗമാണിത്. നമുക്ക് ദൈവഭക്തിയോടുകൂടെ സ്വതന്ത്രമായ ജീവിതം നയിപ്പാൻ മുഖാന്തരങ്ങൾ ഒരുങ്ങേണ്ടതിന് നമ്മോട് വായിക്കുന്നു. മലയാളത്തിൽ 1-ാമത്തെ വാക്യത്തിലാണ്, ഇംഗ്ലീഷിൽ 2-ാമത്തെ വാക്യത്തിലും, നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിൻ്റെ പല ഭാഗങ്ങൾ പറയുന്നുണ്ട്. പ്രാർത്ഥിക്കണം. നാളെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഭാരതത്തിലെ ക്രൈസ്തവർക്കും ഈ പറഞ്ഞിരിക്കുന്നത് പോലെ സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് നമ്മുടെ ഭാരതത്തിൽ സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. അതുപോലെ പല പാപങ്ങൾക്കും അശുദ്ധികൾക്കും അടിമകളായിട്ട് കഴിയുന്ന, അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്തവരായി ഇന്നും പലതിൻ്റെയും അടിമത്വത്തിൽ കഴിയുന്ന നമ്മുടെ ഭാരത ജനത സുവിശേഷത്താൽ സ്വതന്ത്രരാക്കപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പലതരം അരാജകത്വങ്ങളും ഭയങ്ങളുമൊക്കെയുണ്ട്. അവയിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യമുണ്ടാകണം. ഒരു കാര്യം നമുക്കറിയാം, ഈ സ്വാതന്ത്ര്യം ഈ ലോകത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും തരുവാൻ സാധ്യമല്ല. ആ സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിങ്കലുള്ള വിശ്വാസവും ആശ്രയവുമാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന ഘടകം. ആകയാൽ യേശുക്രിസ്തുവിൽ കൂടെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തും ഉണ്ടാകേണ്ടതിന് ദൈവം സഹായിക്കട്ടെ. അതിന് നമ്മുടെ ഭരണാധിപന്മാരെയും നീതിന്യായ വ്യവസ്ഥകളെയും ഒക്കെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. സ്റ്റിൽ അവർ ഗോഡ് റെയിൻസ്. ഇപ്പോഴും നമ്മുടെ ദൈവം വാഴുന്നു. സ്തോത്രം. എന്നും നമ്മൾ പറയുന്നത് പോലെ കർത്താവ് സിംഹാസനം ഒഴിഞ്ഞു പോയിട്ടില്ല. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ നമ്മുടെ കർത്താവാണ് ഇരിക്കുന്നത്. ദീർഘവർഷങ്ങൾ ഭരണം നടത്തിയ, ജനത്തിന് നന്മയായ ഭരണം നടത്തിയ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ പ്രവാചകന് പോലും പ്രയാസമുണ്ടായി. ഇത്ര നല്ലൊരു രാജാവ് നാട് നീങ്ങി, ഇനിയും ആര്, ഇനിയും എന്ത്? അപ്പോഴാണ് ദൈവം പ്രവാചകന് കാണിച്ചു കൊടുത്തത്, ഉസിയാവേ മാറിയിട്ടുള്ളൂ, ഉസിയാവിൻ്റെതിനേക്കാൾ ഉയർന്ന സിംഹാസനത്തിൽ മറ്റൊരാൾ ഇരിക്കുന്നുണ്ട്. ആ സിംഹാസനം ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല. സ്തോത്രം. അതേ കാര്യം തന്നെ നാമും മനസ്സിലാക്കുക. ആരെല്ലാം ഏതെല്ലാം പാർട്ടികൾ മാറി മാറി ഭരണം നടത്തിയാലും നമുക്ക് ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ആശ്രയവും നമ്മുടെ
സന്തോഷവും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലല്ല, കൊടിയുടെ നിറത്തിലല്ല, വോട്ടടയാള ചിഹ്നത്തിലല്ല. നമ്മുടെ ഉറപ്പും ആശ്രയവും സകലത്തെയും ഭരിക്കുന്ന സർവശക്തിയുള്ള നമ്മുടെ ദൈവത്തിലാണ്. സ്തോത്രം. അതുകൊണ്ട് ആകുലപ്പെടാതെ ആ ദൈവത്തോട് നമുക്ക് നിലവിളിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ ഈ ആമുഖ ചിന്തകളോടുകൂടെ നമുക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നാം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചിന്തിച്ചു വന്ന വിഷയത്തിന് ഇന്ന് ഒരു പരിസമാപ്തി കുറിക്കാം എന്നാഗ്രഹിക്കുന്നു. ബാക്കി ശേഷിക്കുന്ന കാര്യങ്ങൾ നാളെ അടുത്ത ദിവസങ്ങളിലുമായിട്ട് നമുക്ക് പഠിച്ച് ഒരുപക്ഷെ ഒരാഴ്ചയ്ക്കകം തന്നെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം നമുക്ക് അവസാനിപ്പിക്കാമെന്നാണ് കർത്താവിൽ ആശിക്കുന്നത്. Our nation is to celebrate its freedom tomorrow. But at the same time, Christians in India, especially in northern parts of India, they are suppressed and they are oppressed. We have no freedom to enter into our own houses in many places. For so many years, churches are being closed down. People are not allowed to gather together, even in their own houses in many places. So let's pray while our nation is celebrating her independence tomorrow. Let every citizen of India, irrespective of caste, creed, color, or class, enjoy the freedom, the true freedom. Now we will turn to the book of Revelation and will be trying to conclude this book maximum by 1 week. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തിൽ നമ്മുടെ കർത്തവ്യമെന്ത്, സ്വർഗത്തിൽ നാം എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 10-11 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു അല്ലേ? 11? Yeah. 11. ഓക്കെ. 11 കൂട്ടം കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. ഇന്നലെ എനിക്ക് തോന്നുന്നു 2 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. സ്തോത്രം. ഒന്ന്, ഇന്നലെ നമ്മൾ ചിന്തിച്ച 2 കാര്യങ്ങളിൽ ഒന്ന്, we will enjoy his intimate presence. We will enjoy God's infinite presence, the very literal presence. And second one, his servants will serve him. We will serve him. We don't know exactly what it means, but it may be something different from serving in this world. So anyhow, ഈ 11 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. സ്വർഗത്തിൽ നാം എന്ത് ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പോൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ ചിന്തിച്ച 2 കാര്യങ്ങളാണ്. നമ്മൾ കർത്താവിൻ്റെ അനന്തമായ സാന്നിധ്യം നുകർന്നുകൊണ്ടിരിക്കും, അഥവാ കർത്താവ് ഇരിക്കുന്നയിടത്ത് നമ്മളും ഇരിക്കും. We will be there where Christ will be. സ്തോത്രം. സ്വർഗമെന്നതും നരകമെന്നതുമല്ല നമ്മുടെ വിഷയം. ഏറ്റവും പ്രധാന വിഷയം നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമാണ്, കർത്താവിനോടുള്ള കൂട്ടായ്മയാണ്. സ്തോത്രം. കർത്താവിനോടുള്ള സംസർഗമാണ്.
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് ഏറ്റവും അധികം അനുഭവിപ്പാൻ കഴിയുന്നത് നമ്മുടെ കർത്താവിൻ്റെ നിറസാന്നിധ്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ നിറസാന്നിധ്യം. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരെയും ഇരുത്തേണ്ടതിന്, അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്. സ്തോത്രം. അപ്പൊ കർത്താവിനോട് കൂടെയുള്ള വാസം. സ്തോത്രം. അതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കോണേ. സ്തോത്രം. കർത്താവിനോട് കൂടെയുള്ള വാസത്തേക്കാൾ വലുതായിട്ട് നമുക്ക് വേറെ ഒന്നുമില്ല. നമുക്കവിടെ ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങളോ അതുപോലെ തന്നെ തങ്ക തെരുവീഥികളിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഏക്കർ കണക്കിന് വസ്തുക്കളോ അമ്പരചുംബികളായ സ്വർഗം ആകാശം മുട്ട നിൽക്കുന്ന വലിയ സമുച്ചയങ്ങളോ ഇതൊന്നുമല്ല. സ്തോത്രം. നാം ആഗ്രഹിക്കേണ്ടതും മറ്റൊന്നുമല്ല, നാം കൊതിക്കേണ്ടതും മറ്റൊന്നുമല്ല. സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യമാണ്. കർത്താവിൻ്റെ സാന്നിധ്യം. സ്തോത്രം. ആ ദൈവ സാന്നിധ്യത്തിൻ്റെ ശ്രേഷ്ഠത നാം മനസ്സിലാക്കണം. മറ്റൊന്നാണ് നമ്മൾ ചിന്തിച്ചത്, അവൻ്റെ ദാസന്മാർ അവൻ്റെ മുഖം കാണുകയും മലയാളത്തിൽ അവനെ ആരാധിക്കും എന്നാണെങ്കിലും ഇതര ഭാഷകളിൽ ദൈവത്തെ സേവിക്കും എന്നുള്ളത്. സ്തോത്രം. ഏതൊക്കെ അളവിൽ അത് സംഭവ്യമാണെന്ന് നമുക്കൊരു പക്ഷേ ഇപ്പോൾ ഗ്രഹിച്ചറിയുവാൻ ബുദ്ധിമുട്ടാകും. അടുത്ത ഒരു കാര്യവും കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. 12ാമത്തെ കാര്യമാണല്ലോ. സ്തോത്രം. അതായത് നാം സ്വർഗത്തിലെത്തിയാൽ നമുക്കവിടെ സന്തോഷ പരിപൂർണത അനുഭവിക്കും. സന്തോഷത്തിന്റെ പരിപൂർണത. In the heavens we will have the fullness of joy. The fullness of joy. ദൈവത്തിന്റെ സന്തോഷ പരിപൂർണത. സ്തോത്രം. നാം വെളിപ്പാട് പുസ്തകം തന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 21ാമത്തെ അധ്യായം, അതിൻ്റെ 3ാമത്തെ വാക്യത്തിന്റെ അവസാനമാണ്. 3 തൊട്ടങ്ങ് വായിച്ചുള്ളൂ. 3, 4, 5 വാക്യങ്ങൾ. And I heard a loud voice from the throne saying, Now the dwelling of God is with men, and he will live with them. They will be his people, and God himself will be with them and be their God. He will wipe every tear from their eyes. There will be no more death, or mourning, or crying, or pain, for the old order of things has passed away. He who was seated on the throne said, I am making everything. Enough money. Thank you. 3ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം കാണുന്നുണ്ട്, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി ദുഃഖമില്ല, മുറവിളിയില്ല, കഷ്ടതയില്ല എന്ന് ഉള്ള നെഗറ്റീവ്സ് ആയിട്ടുള്ള
ഒന്നും ഇനിയില്ല. അപ്പൊ ഇവിടെ സ്വർഗത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഭയങ്കര സന്തോഷത്തിന്റെ പരിപൂർണതയാണ്. നമുക്കറിയാവുന്ന ഒരു വാക്യമുണ്ടല്ലോ, ഞാൻ ആ പദപ്രയോഗം നടത്തിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എവിടെ നിന്നാണെന്നല്ലേ. സങ്കീർത്തനം 16:11. സ്തോത്രം. വായിച്ചാട്ടെ ആലിസാൻഡി. Psalms 16 verse 11. 16-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം. സ്തോത്രം. Thou wilt shew me the path of life. In thy presence is fullness of joy. At thy right hand there are pleasures forevermore. Praise God. See two usages. Fullness, then forevermore. Fullness of joy. Stotram. And pleasure forever. This pleasure is not something emotional or something material or sinful. Okay? നിന്റെ സന്നിധിയിൽ എന്തുണ്ട്? സന്തോഷത്തിന്റെ പരിപൂർണത. സന്തോഷത്തിന്റെ പരിപൂർണത. നിന്റെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. സ്തോത്രം. സന്തോഷത്തിന്റെ പരിപൂർണത, അതുപോലെ തന്നെ എന്നും പ്രമോദങ്ങൾ. എന്നും പ്രമോദങ്ങൾ. സ്വർഗത്തിലെ അനുഭവമാണിത്. എന്തുവാ? ദൈവത്തിന്റെ സാന്നിധ്യം. നമ്മൾ കണ്ടല്ലോ ഇന്നലെ, ഇൻഫിനിറ്റ് പ്രസൻസ് ഓഫ് ഗാഡ്, അനന്തമായ ദൈവ സാന്നിധ്യം. ആ അനന്തമായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്കുള്ളതോ the perfect joy. സ്തോത്രം. സന്തോഷത്തിന്റെ പരിപൂർണത. പിന്നെ pleasures forevermore. എന്നും ആ സന്തോഷത്തിന്റെ പരിപൂർണതയും വലത്ത് ഭാഗത്ത് പ്രമോദങ്ങളും എന്നും. സ്തോത്രം. ആ രണ്ട് പ്രയോഗങ്ങളാണ് പ്രധാനം. എന്നും, അതുപോലെ പരിപൂർണത. എന്നും പരിപൂർണത. സ്തോത്രം. നമ്മള് 16-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്ന സന്തോഷത്തിന്റെ അല്ലെ ദൈവ സാന്നിധ്യത്തിന്റെ ഭാഗമായിട്ടാണ് കാണാറുള്ളത്. അതവിടെ ഉള്ളപ്പോൾ തന്നെ അവിടം കൊണ്ട് പരിമിതപ്പെടുന്നില്ല. സ്തോത്രം. പിന്നെ നമുക്ക് ദൈവത്തിന്റെ അക്ഷരീക സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ വെച്ചല്ലല്ലോ സാധിക്കുക. അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിന്റെ പരിപൂർണത നമുക്കുണ്ടാകുന്നത് കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോഴാണ്. അക്ഷരികമായി നമ്മൾ അഭിമുഖമായിട്ട് കാണും. സ്തോത്രം. ആ സന്തോഷത്തിന്റെ പരിപൂർണത. സ്വർഗമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പമുള്ള നിത്യത എന്ന് പറയുന്നത്, ഭൂമിയിലെ കഴിഞ്ഞകാല
ഓർമ്മകളെക്കുറിച്ചുള്ള വിഷാദത്തിൽ ഇങ്ങനെ ഞരങ്ങി തൂങ്ങി ഇരിക്കുന്ന ഒരനുഭവമല്ല. ഗ്ലൂമിയായിട്ട് വളരെ വിഷാദചിത്തനായി സംസാരിക്കാതെ ഒരു ചെറു പുഞ്ചിരി പോലും ഇല്ലാതെ ആരോടൊക്കെയോ ദേഷ്യപ്പെട്ടും നിരാശപ്പെട്ടും കഴിയുന്ന ഒരു ജീവിതമല്ല സ്വർഗം. നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ നമ്മിൽ പലരും, അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യര് പലരും സ്വന്തം ദുഃഖങ്ങളെക്കാൾ മറ്റുള്ളവരുടെ സുഖത്തിൽ ദുഃഖിക്കുന്ന ദുഃഖമുള്ളവരാ. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, മനസ്സിലായി കാണുമല്ലോ, ആവർത്തിക്കണ്ടല്ലോ. സ്തോത്രം. ആസാഫിനുണ്ടായ ഒരു ചെറിയ പെശക് എന്തുവാ? ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നി. അഹങ്കാരികളോട് അസൂയ തോന്നി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട്, സ്വന്തം പ്രശ്നം കൊണ്ടല്ല, മറ്റുള്ളവരുടെ സൗഖ്യവും സമൃദ്ധിയും ഒക്കെ കാണുമ്പോഴാണ് പ്രയാസം. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ അതെല്ലാം മറന്നിട്ട് ആ സന്തോഷത്തിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുക എന്ന് വെച്ചാൽ, സ്തോത്രം, ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനിടയിലുള്ള ആ സ്നേഹ കൂട്ടായ്മയിലേക്ക്, സ്തോത്രം, നമ്മളെയും കൂടെ പങ്കാളികളാക്കുക. ആ സന്തോഷത്തിൻ്റെ പരിപൂർണതയാണ് നാം അവിടെ അനുഭവിക്കുന്നത്. ഇപ്പോൾ സ്വർഗത്തിൽ നമ്മളിപ്പോൾ 21-ാമത്തെ അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചതുപോലെ അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. സ്തോത്രം. അതുപോലെ പിന്നെ അവിടെ ദുഃഖവും മുറവിളിയും കഷ്ടതയും ഉണ്ടാവുകയില്ല. മരണമില്ല. മരണമോ അതിൻ്റെ അനന്തര ഫലങ്ങളോ എവിടെയില്ല? കർത്താവിനോടുകൂടെയുള്ള നിത്യതയിൽ. സ്തോത്രം. നിത്യതയിൽ. നമ്മൾ കഴിഞ്ഞ ദിവസവും വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിച്ചതുപോലെ 14:1, 14:1 ഒന്നും കൂടെ വായിച്ചാട്ടെ. പിന്നെ ഞാൻ സീയോൻ മലയിൽ കുഞ്ഞാടിനോടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. സ്തോത്രം. സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ മുദ്രിതഗണമായ 144,000 പേരും നിൽക്കുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. കുഞ്ഞാടിനോട് കൂടെ. നമ്മൾ നേരത്തെ തന്നെ വായിച്ചതും പഠിച്ചതുമായ 21-ാമത്തെ അധ്യായത്തിൻ്റെ 22ഉം 23ഉം വാക്യങ്ങൾ, 21, 22 and 23. The 12 gates were 12 pearls, each gate made of a single pearl. The great street
of the city was of pure gold, like transparent glass. I did not see a temple in the city, because the Lord God Almighty and the Lamb are its temple. സ്തോത്രം. മന്ദിരം അവിടെ കണ്ടില്ല. No separate temple. But the Lamb is the temple, the very sanctuary. അവിടെ ദേവാലയം, മന്ദിരം കാണുന്നില്ല. കാരണം സർവശക്തിയുള്ള കർത്താവും സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു. ദാവീദ് പറഞ്ഞതുപോലെ ഇതാണ് സന്തോഷത്തിന്റെ പരിപൂർണത. എത്ര ദിവസത്തേക്കാ? സ്തോത്രം. എന്നും എന്നത്തേക്കും. എന്നും എന്നത്തേക്കും. സ്തോത്രം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമുക്കവിടെ വേറെ യാതൊരു ബിസിനസ്സും ഇല്ല. Just enjoy the presence of God. Simply enjoy the presence of God. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ച് ആസ്വദിക്കുകയാണ് അവിടെ. വേറെ ഒരു പരിപാടിയില്ല. സ്തോത്രം. ആ സന്തോഷം ഒരിക്കലും തീർന്നു പോകുന്നില്ല. തീർന്നു പോകുന്നില്ല. നമുക്ക് എന്തൊരു സന്തോഷം തരുന്ന കാര്യമായാലും അത് പഴകിപ്പോകും. പഴകിപ്പോകും. ഇപ്പം നമ്മിൽ പലരും കേരളത്തിന് പുറത്തുള്ളവരാ. ചുരുക്കം പേരേ ഉള്ളൂ കേരളത്തിൽ തന്നെ താമസിക്കുന്നവരായി നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നവര്. അതിലും പലരും തന്നെ കേരളത്തിന് പുറത്തായിരുന്നവരാണ്. നമ്മള് നാട്ടിലോട്ട് പോകാൻ വേണ്ടി എല്ലാം ഒരുങ്ങി ആ യാത്ര പുറപ്പെടുന്ന അന്നൊക്കെ എന്തൊരു സന്തോഷമാണ്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ചില മണിക്കൂറുകളും ദിവസങ്ങളും എത്ര സന്തോഷമാണ്. പക്ഷേ ആ സന്തോഷം എത്ര ദിവസം നിൽക്കും? ചുരുക്കം ദിവസങ്ങളിലേ ഉള്ളൂ. ചുരുക്കം ദിവസങ്ങൾ. ഇതുപോലെ സ്വർഗത്തിൽ നമ്മൾ എത്തുമ്പോൾ ആ തുടക്കത്തിലെ സന്തോഷം പിന്നെ തീർന്നു പോകുമോ? ഇല്ല, അത് തീർന്നു പോകത്തില്ല. അതെന്നും നിലനിൽക്കും. ഇപ്പോഴത്തേതുപോലെ തന്നെ, ഇന്നെന്നതുപോലെ തന്നെ. ആ സന്തോഷ പരിപൂർണത, വലത്തു ഭാഗത്തെ എന്നുമുള്ള പ്രമോദങ്ങൾ. സ്തോത്രം. ഒന്നോർത്ത് നോക്കൂ. ആ സന്തോഷത്തിന്റെ പരിപൂർണത നമുക്ക് അനുഭവിക്കണ്ടേ? സ്തോത്രം. അപ്പോൾ സ്വർഗത്തിലെ നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്ന 12ാമത്തെ കാര്യമാണ് സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം. സാന്നിധ്യത്തിൻ്റെ സന്തോഷം. നിത്യമായ സന്തോഷം.
നിത്യമായ സന്തോഷം. കർത്താവ് പറഞ്ഞത് എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പീൻ എന്ന് പറയുന്നതാണ്. സ്തോത്രം. അപ്പൊ കർത്താവിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. മണവാളൻ മണവാട്ടിയിൽ അല്ലെങ്കിൽ മണവാട്ടി മണവാളനിൽ രസിക്കുന്നത് പോലെ, സ്തോത്രം, ദൈവത്തിൻ്റെ ജനം കർത്താവിൽ സന്തോഷിക്കും. കർത്താവിൽ സന്തോഷിക്കും. അത് ഏറ്റക്കുറച്ചിലുകളോടുകൂടെ അല്ല. ആ സന്തോഷത്തിൻ്റെ അനുഭവത്തിന് ചിലപ്പോൾ കൂടുതലും ചിലപ്പോൾ കുറവുമായിട്ട് അനുഭവങ്ങളില്ല. എല്ലായ്പ്പോഴും സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. സ്ഥിരമായിട്ട് നിൽക്കുക. സ്തോത്രം. അപ്പൊ കർത്താവിൻ്റെ സന്തോഷത്തിലേക്കാണ് നാം പ്രവേശിപ്പാൻ പോകുന്നത്. കർത്താവിൻ്റെ സന്തോഷത്തിലേക്ക്. ആ കർത്താവിൻ്റെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിൽ നാം നിത്യത മുഴുവനും വസിക്കുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം. അതിന്റെ 11-ാമത്തെ വാക്യം. I have told you this so that my joy may be in you, and that your joy may be complete. കർത്താവിൻ്റെ സന്തോഷം നമ്മിലിരിപ്പാനും നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാനും. സ്തോത്രം. യോഹന്നാൻ നമുക്ക് തൻ്റെ പുസ്തകങ്ങൾ എഴുതി തന്നിരിക്കുന്ന ലക്ഷ്യവും 1 യോഹന്നാൻ 1-ന്റെ 4 വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. 1 യോഹന്നാൻ 1-ന്റെ 4 വാക്യം. 1 John 1:4. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. സ്തോത്രം. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. സ്തോത്രം. ഇപ്പൊ കർത്താവിനോട് കൂടെ ഈ ഭൂമിയിൽ വെച്ച് പോലുമുള്ള ജീവിതം സന്തോഷകരമാണെങ്കിൽ സ്തോത്രം, നിത്യതയിൽ കർത്താവുമൊത്തൊരിക്കലും പിരിയാത്ത ജീവിതം അതിനേക്കാളും എത്ര സന്തോഷകരമായിരിക്കും. സ്തോത്രം. എത്ര സന്തോഷകരമായിരിക്കും. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. His master replied, "Well done, good and faithful servant. You have been faithful with a few things. I will put you in charge of many things. Come and share your master's happiness." Come and share with your master's happiness. കർത്താവ് പറഞ്ഞ ഉപമയിൽ പറയുന്നതാണ്. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. 2 സംഗതികളുണ്ട് ഇവിടെ. നിത്യത എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, ആരുടെ സന്തോഷമാ? യജമാനന്റെ സന്തോഷം.
എന്ന് വെച്ചാൽ all through the eternity, God our Master will rejoice in us. So also, we, the saints who enter into this eternity, also will enjoy the pleasure of the presence of God. സ്വർഗത്തിലുള്ള നമ്മുടെ സന്തോഷത്തിന്റെ രണ്ട് മുഖങ്ങൾ. ഒന്ന് യജമാനന്റെ സന്തോഷം, കർത്താവിന്റെ സന്തോഷം. എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ കർത്താവ് ഇങ്ങനെ ആറ്റുനോറ്റിരിക്കുക. എന്തിനു വേണ്ടിയാ? തൻ്റെ സ്വന്തം കൈകളാൽ തനിക്ക് പ്രമോദമായിരിക്കേണ്ടതിന് സൃഷ്ടിച്ച മനുഷ്യൻ എപ്പോൾ തൻ്റെ അടുക്കലേക്ക് മടങ്ങി വരും? സ്വന്തം രക്തത്താൽ സമ്പാദിച്ച തൻ്റെ വിശുദ്ധന്മാർ എപ്പോൾ തൻ്റെ അടുക്കലേക്ക് മടങ്ങി വരും? സ്തോത്രം. നമ്മുടെ കർത്താവ് കാത്തിരിക്കുക. ഇതാണ് കർത്താവിന്റെ സന്തോഷം. എന്തുവാ കർത്താവിന്റെ സന്തോഷം? താൻ സൃഷ്ടിച്ച തൻ്റെ ജനം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നത്. തൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ജനം, തൻ്റെ രക്തത്താൽ കർത്താവ് വീണ്ടെടുത്ത തൻ്റെ ജനം തൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത്. സ്തോത്രം. അത് നമ്മുടെ കർത്താവിന്റെ സന്തോഷമാണ്. എൻ്റെ സന്തോഷം നിങ്ങളിലാകാൻ, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുവീൻ. ഇതെല്ലാം ഒന്നാം ഭാഗമാണ്. The God, the Creator is well pleased in us. സ്തോത്രം. സ്രഷ്ടാവ് നമ്മിൽ സന്തോഷിക്കുന്നു. കർത്താവിന്റെ സന്തോഷമാണ്. Entering into the joy of our Master. Second part is our joy. രണ്ടു പേരുടെ സന്തോഷം, അത്രേ ഉള്ളൂ. കർത്താവിന്റെ സന്തോഷമാണ് നാം അവനോടുകൂടെ എത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സന്തോഷമാണ് കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത്. ഈ രണ്ട് സന്തോഷങ്ങളും കൂടെ പൂർണ്ണതയിൽ ചേരുമ്പോൾ ഉള്ള ആ ആനന്ദത്തെക്കുറിച്ച് എനിക്കിത്രേ പറയാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് അത് കൂടുതൽ ഗ്രഹിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം? സ്തോത്രം. അതിലെ മറ്റൊരു കാര്യം കൂടെ, നമ്മൾ ഇങ്ങനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ സ്വർഗത്തിൽ ഭയങ്കര സന്തോഷമാണ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ രണ്ട് സന്തോഷങ്ങൾ നമുക്ക് ഓർമ്മ കാണുമായിരിക്കുമല്ലോ. ദ അറ്റ്മോസ്റ്റ് ടു ജോയ്സ് ഇൻ ഹെവൻ. When a sinner is saved. Pardon? When a sinner is saved. Yes. Death of the saint. The first
utmost joy in heaven is the salvation of a sinner, when a sinner is saved. Yes, second one is Death of a saint. death of a forgiven sinner. സ്തോത്രം. പാപമോചനം പക്ഷേ അത് തന്നെയാണോ നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പിനെന്ന് പറഞ്ഞേക്കുന്നത്? അത് നമ്മുടെ സന്തോഷം. സോറി, അതെ അതെ, അത് നമ്മുടെ സന്തോഷം. 116 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. സ്തോത്രം. ഭക്തന്റെ മരണം, the death of a godly person is precious unto the Lord. So these are the two major joys in heaven, or joys of heaven. Salvation of a sinner and physical death of a saint. ഇത് രണ്ടും തന്നെയാണ് സാത്താന്റെ ഏറ്റവും വലിയ നൈറ്റ്മെയർ എന്ന് പറയുന്നത്, അവന്റെ ഭയം എന്ന് പറയുന്നത്, അവന്റെ എന്താണ് പറയുന്നത്, അവനെ അസ്വസ്ഥപ്പെടുത്തുന്നത്. ഒരു പാപിയുടെ മാനസാന്തരവും ഒരു വിശുദ്ധന്റെ മരണവും. കാരണം വിശുദ്ധന്റെ മരണം എന്ന് പറയുന്നത് ഇനിയും ഒരിക്കലും അവൻ വേർപെടുത്തപ്പെടാൻ കഴിയാത്തതുപോലെ കർത്താവിനോട് ചേരുകയാണ്. സ്തോത്രം. Utmost joy in heaven. That's what this parable in Matthew 25:23 said. Get into your master's joy. സ്തോത്രം. ഇപ്പോൾ ഇവിടെ മഴക്കാല, ഇടയ്ക്കൊന്ന് ശമിച്ചിരുന്നു, ഇപ്പൊ വീണ്ടും 2 ദിവസം കൊണ്ട് തുടർച്ചയായിട്ട് മഴയാണ്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ഈ മുംബൈ, ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് നവി മുംബൈ, ഇവിടെ വെള്ളപ്പൊക്കത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ മുംബൈയിൽ പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാവും. മഴ തുടർമാനമായിട്ട് പെയ്താൽ ലോക്കൽ ട്രെയിൻ ട്രാക്കുകൾ വെള്ളത്തിലാകും. പല അണ്ടർപാസുകളും വെള്ളം കൊണ്ട് നിറയും. ഗതാഗതമൊക്കെ വഴിമുട്ടും. ചിലപ്പോൾ ട്രെയിനൊക്കെ നിൽക്കും. ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവരെ, വിശേഷിച്ച് ട്രെയിനിലും ഒക്കെ പോകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള റൂട്ടുകളിൽ പോകുന്നവരെ മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മെസ്സേജ് ഒക്കെ കൊടുത്തോണ്ടിരിക്കും. എവിടാ, എങ്ങനാ, എന്തുവാ. അവര് സുരക്ഷിതമായിട്ട് വീട്ടിലെത്തി, ജോലി കഴിഞ്ഞിട്ട് റൂമിലെത്തി, വീട്ടിലെത്തി എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം, അവർ വലിയ റിലീഫാണ്. സ്കൂളിൽ പോയ കുഞ്ഞുങ്ങൾ രാവിലെ കൊണ്ടുവിട്ടതാ സ്കൂളിൽ, അവര് വൈകുന്നേരത്ത് അല്ലെ ഉച്ച കഴിഞ്ഞിട്ട് സുരക്ഷിതരായി വീട്ടിൽ വന്ന് കയറുമ്പോൾ മാതാപിതാക്കൾക്ക് ഭയങ്കര സന്തോഷമാണ്. Enter into the joy of your parents. നിങ്ങളുടെ മാതാപിതാക്കളുടെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പീൻ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ ആലിംഗനം ചെയ്ത് വീട്ടിലേക്ക് കയറ്റും. ഇതുപോലെ പാപം നിറഞ്ഞ ലോകത്തിൽ ഒരിക്കലും ഒരു വിശുദ്ധന് യോഗ്യവും യോജ്യവുമല്ലാത്ത ഈ ലോകത്തിൽ, ശത്രുവിന്റെ ആധിപത്യത്തിൽ കിടക്കുന്ന ലോകത്തിൽ നമ്മളിങ്ങനെ ജീവിക്കുക, പാപത്തോടും പിശാചിനോടുമൊക്കെ മല്ലിട്ട് ഒടുവിൽ കർത്താവിന്റെ രാജ്യത്തിലേക്ക് ചെല്ലുമ്പോൾ സ്വർഗത്തിന് എന്തോ ഒരു റിലീഫാ. സ്തോത്രം. എന്തോ ഒരു സന്തോഷമാ. പ്രവേശിക്കുക. അതുപോലെ ഈ ഭൂമിയിൽ വെച്ച് നമ്മളും എന്താ കാത്തിരിക്കുന്നേ? സ്തോത്രം.
നമ്മളും കാത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് കർത്താവിന്റെ വരവ്. സ്തോത്രം. സത്യമാണോ? പ്രൈസ് ഗോഡ്. അതെ. ആമേൻ. ഇന്നലെ ഞാൻ പ്രാർത്ഥനാ സമയത്ത് പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങളുടെ ഇളയ മകന് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് പനിയൊക്കെ ആയിരുന്നു. 2 ദിവസം സ്കൂളിൽ പോയില്ല. ആക്ച്വലി 4 ദിവസം പോയില്ല, അത് 2 ദിവസം അവധിയായിരുന്നു. ക്ലാസ് ഉണ്ടായിരുന്ന 2 ദിവസം പോയില്ല. 3-ാമത്തെ ദിവസവും ഇന്ന് പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അവിടെ നോക്കത്തില്ല, പോയേ പറ്റൂ, പറഞ്ഞു വിട്ടു. പിന്നെ ചുമയും കഫവും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ലഞ്ച് ബോക്സ് ചൂടോടെ കൊണ്ടുതരാം. അപ്പം അവന് കഴിക്കാൻ ചപ്പാത്തിയൊന്നും വേണ്ട, ഒരു കഞ്ഞി പോലെ, ഹിന്ദിയിലൂടെ പറയും കിച്ചടി എന്ന്, അരിയും ദാലും ഒക്കെ കൂടിയിട്ട് ഒരുമിച്ചിട്ട് വേവിച്ച് ഒരു കഞ്ഞി പരുവത്തിലുള്ള സാധനമാണ്. അപ്പോൾ അത് കഴിക്കുകയല്ല കുടിക്കുകയല്ലാത്തൊരു പരുവ. അവൻ അത് മതിയെന്ന് പറഞ്ഞു. ശരി, എന്നാൽ ചൂടോടെ ഉണ്ടാക്കിക്കൊണ്ട് ലഞ്ച് ടൈമിൽ അവിടെ കൊണ്ട് തന്നേക്കാം. ഒത്തിരി പേരൻസ് അങ്ങനെ ചെയ്യാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ലഞ്ച് ബോക്സും ഒക്കെ ആയിട്ട് ലഞ്ച് ടൈമിൽ ചെന്ന് എൻ്റെ വൈഫ് കൊണ്ടുപോയിട്ട് അത് കൊടുത്തു. അത് കഴിഞ്ഞപ്പം അവൻ പറയുക, ഞാനങ്ങ് വരികയാണ്. എന്നാ പറഞ്ഞു, ശരി വാ. പിന്നെ ഏതായാലും പോയി കാണേണ്ടവരെ കണ്ട് ആപ്ലിക്കേഷനൊക്കെ എഴുതി കൊടുത്ത് ഹാഫ് ഡേയിലേക്ക് പോരുന്നു. കർത്താവിൻ്റെ സന്തോഷമാണ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുക. നമ്മുടെ സന്തോഷമാകണം ഇതുപോലെ ഞാൻ അങ്ങ് വരികയാണെന്ന് പറയാൻ. സ്തോത്രം. പൗലോസ് അതാ പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. പൗലോസിന്റെ ആഗ്രഹമാത്, അഭിലാഷമാണത്. അഭിലാഷ. സ്തോത്രം. കാരണം പറയുന്നു, അത് അത്യുത്തമമല്ലോ, അത്യുത്തമമല്ലോ. ആ ഒരു സന്തോഷം നമുക്കുണ്ടാവണം. സ്തോത്രം. അതാണ് നിത്യത സന്തോഷത്തിന്റെ പരിപൂർണതയുള്ള ഇടമാണെന്ന് നമ്മൾ പറയുന്നത്. നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങൾ, ദൈവ സാന്നിധ്യത്തിന്റെ ആ സന്തോഷം, സന്തോഷത്തിന്റെ പൂർണ്ണത അനുഭവിക്കുന്ന സ്ഥലമാണത്. ഒരിക്കലും no one will ever get bored in the heavens. സ്വർഗത്തിൽ ആരും ബോറടിക്കത്തില്ല കേട്ടോ. അത് അവിടെ എന്റർടൈൻ പരിപാടി ഉള്ളതുകൊണ്ടൊന്നുമല്ല. നോ എന്റർടൈൻമെന്റ്സ് ആസ് സച്ച്. അവിടെ തിന്നാനുള്ളത് കൊണ്ടല്ല, അവിടെ കളിക്കാനുള്ളത് കൊണ്ടല്ല. സ്തോത്രം. അവിടുത്തെ സന്തോഷം എന്ന് പറയുന്നത്, സ്തോത്രം, നമ്മുടെ ക്രിസ്തു. ഹല്ലേലൂയ, ക്രിസ്തുവാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടല്ലോ, ഭക്തൻ അതേപ്പറ്റി പറയുന്നത്, എൻ്റെ പരമാനന്ദമായ, സ്തോത്രം, എൻ്റെ 43-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം, Psalms 43 verse 4. ഞാൻ ദൈവത്തിന്റെ പീഠത്തിങ്കിലേക്ക്, എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. സ്തോത്രം. എന്റെ പരമാനന്ദമായ ദൈവം. ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ പോലും ദൈവം നമ്മുടെ
പരമാനന്ദമാണ്. God is our utmost joy. He is not only the joy giver, he himself is the utmost joy. ഇന്നലെ നമ്മൾ പഠിച്ചതുപോലെ ഇപ്പോൾ നമുക്ക് ദൈവത്തിന്റെ മുഴുവനും കിട്ടുന്നില്ല, ദൈവത്തിന് നമ്മുടേത് മുഴുവനും കിട്ടുന്നില്ല. ദൈവത്തെ മുഴുവനായി നമുക്കോ നമ്മെ മുഴുവനായി ദൈവത്തിനോ ഇപ്പോൾ കിട്ടുന്നില്ല. എന്നിട്ടും ദൈവം നമ്മുടെ പരമാനന്ദമാണ്. സ്തോത്രം. നമ്മൾ കർത്താവിൻ്റെ സന്തോഷവും, അല്ലേ? We are the joy set before Christ, and Christ or God is our utmost joy. വ്യത്യാസം മനസ്സിലായോ? യേശുക്രിസ്തുവിന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അത് നമ്മളാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് എബ്രായർ 12:2 വാക്യാണല്ലോ. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത്. ആ സന്തോഷം നമ്മുടെ തേജസ്കരണം, തേജസ്സിൽ നടന്നെടുക്കുന്ന വിശുദ്ധന്മാരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, നമ്മളാണ് കർത്താവിൻ്റെ സന്തോഷം. കർത്താവോ ഇപ്പൊ നമ്മൾ വായിച്ച 43-4 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പരമാനന്ദം. ഈ രണ്ട് സന്തോഷങ്ങളുടെ പൂർണ്ണതയാണ് നിത്യതയിൽ സംഭവിക്കാൻ പോകുന്നത്. സ്തോത്രം. ആ സന്തോഷമാണ് മുമ്പ് ജോയിക്കൂട്ട് ഞാൻ പറഞ്ഞ കർത്താവ് പറഞ്ഞ ലൂക്കോസ് 10:20, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ തന്നെ സന്തോഷിപ്പീൻ. എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഇല്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. Heaven will be a place of eternal rest. Heaven will be a place of eternal rest, or an experience of eternal rest. നിത്യമായ വിശ്രമത്തിൻ്റെ സ്വസ്ഥതയുടെ സ്ഥലമായിരിക്കും ഈ സ്വർഗം. സ്തോത്രം. വെളിപ്പാട് 14:13 നമുക്ക് ഓർമ്മ കാണുമല്ലോ. പരിശുദ്ധാത്മാവിന്റെ വാക്കുകളാണ്. ഒന്നും കൂടെ വായിച്ചോളൂ. 14. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. സ്തോത്രം. ബാക്കിയുടെ അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. ആത്മാവ് പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വാക്കുകളാണ്. സ്വർഗത്തിൽ നിന്ന് യോഹന്നാൻ കേട്ടത് ആത്മാവ് പറയുന്നു. സ്പിരിറ്റിന് ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്റർ അല്ലേ കൊടുത്തേക്കുന്ന? യെസ്, പരിശുദ്ധാത്മ. യെസ്, പരിശുദ്ധാത്മാവ് പറയുന്നു. സ്തോത്രം. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. സ്തോത്രം. നിത്യവിശ്രമത്തിന്റെ സ്ഥലമാണ് സ്വർഗം അല്ലെങ്കിൽ നിത്യത. നിത്യ വിശ്രമത്തിന്റെ. സ്തോത്രം. എബ്രായ ലേഖനകർത്താവും അക്കാര്യം നമ്മോട് പറയുന്നുണ്ട്. അധ്യായങ്ങൾ 3-4, 3-ന്റെ ഒടുവിലും 4-ന്റെ തുടക്കവും. 4-ന്റെ 1-ാമത്തെ വാക്യം,
അവന്റെ The സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ ആ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. സ്തോത്രം. സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. സ്തോത്രം. 6-ാമത്തെ വാക്യം. It still remains that some will enter that rest, and those who formerly had the gospel preached to them did not go in because of their disobedience. സ്തോത്രം. ഇപ്പൊ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നു, 1-ാമത്തെ വാക്യം മുതൽ താഴോട്ടുണ്ട്. We have a promise left, a promise to enter into the rest of God. ദൈവത്തിന്റെ വിശ്രമത്തിൽ, സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം. മോശയോ യോശുവയോ അവർക്ക് വാഗ്ദത്തം ചെയ്ത സ്വസ്ഥതയിൽ അവരെ പ്രവേശിപ്പിച്ചില്ല. ആ വാഗ്ദത്തം ഇപ്പോഴും ശേഷിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നാം എത്തുമ്പോൾ നമുക്കവിടെ എന്താ ഉള്ളത്? വിശ്രമം. വിശ്രമം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ സോർട്ട് ഓഫ് ലെഷർ. ഒരു പരിപാടിയും ചെയ്യാനില്ല, ഇങ്ങനെ ചാരുകസേരയിൽ കൈയും കാലും ഒക്കെ നീട്ടി ഇങ്ങനെ കിടക്കുന്ന ആ ഒരു സ്ഥിതി അല്ല ഇവിടുത്തെ വിശ്രമം എന്ന് പറഞ്ഞാൽ. Now we are laboring hard for the Lord, but that hard labor is no more when we reach the heavens. Of course, we have seen that we will serve the Lord, worship the Lord, and so on. But they are not laborsome, burdensome, but they are so peaceful, restful. നമ്മൾ കർത്താവിനെ സേവിക്കും. ഏത് പ്രകാരമുള്ള സേവകളാണെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല, എങ്കിലും നമ്മൾ അവനെ സേവിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. ആരാധിക്കും, പാട്ടുപാടും, ഇതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ഇതൊന്നും വിശ്രമത്തെ ബാധിക്കുന്നതേ അല്ല, നമ്മെ ക്ഷീണിപ്പിക്കുന്നതല്ല, ഉയർസം അല്ല, നമ്മെ തളർത്തുന്നതല്ല. സ്തോത്രം. നമ്മളെ കൊണ്ട് അധ്വാനിപ്പിക്കുന്നതല്ല. ആ അധ്വാനമെല്ലാം ഇവിടെയാണ്. ഹാർഡ് ലേബർ, വർക്കിംഗ് ഹാർഡ്. സ്തോത്രം. അവിടെ സ്വസ്ഥതയാ. സ്തോത്രം. ആ സന്തോഷത്തിൽ നമുക്കൊരിക്കലും അത് ഭാരമായിട്ട് തോന്നില്ല. അങ്ങനെ ഭാരമോ ക്ഷീണമോ ഉണ്ടാവുന്നത് ഒന്നും അവിടെ ഇല്ല. ക്ഷീണിക്കാത്ത ഒരു ശരീരം തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നിത്യ സ്വസ്ഥത അനുഭവിക്കും, നിത്യ വിശ്രമം അനുഭവിക്കും. സ്തോത്രം. That also shows the peace of mind. നമുക്കവിടെ അനുഭവിപ്പാൻ കഴിയുന്ന സമാധാനത്തെ കുറിച്ചാണ് പറയുന്നത്. നിത്യമായ സമാധാനം നാം അവിടെ അനുഭവിക്കും. ഹൃദയത്തിന് വല്ലാത്ത തണുപ്പ് നാം അവിടെ അനുഭവിക്കും. സ്വസ്ഥത അനുഭവിക്കും. ഒരു തരത്തിലും നമ്മുടെ മനസ്സിനെ അലട്ടുന്നതൊന്നും അവിടെ കാണില്ല. സ്തോത്രം. No emotional wreckings, no mental breakdowns, no physical tiring, nothing.
യാതൊരു തരത്തിലുമുള്ള പ്രയാസങ്ങൾ മാനസികമായി, വൈകാരികമായി, ശാരീരികമായിട്ടൊന്നുമില്ലാതെ എപ്പോഴും റിഫ്രഷ്ഡ് ആയിട്ട്, എപ്പോഴും ഊർജ്ജസ്വലരായി, സന്തോഷവാന്മാരായി, സന്തോഷത്തിന്റെ പരിപൂർണത അനുഭവിച്ചുകൊണ്ട് കർത്താവിനോടുകൂടെ വസിക്കുന്ന ഒരു നിത്യതയാണ് കർത്താവ് നമുക്കൊരുക്കുന്നത്. ഈ വിധമായ അനുഭവങ്ങളാണ് നമുക്ക് സ്വർഗത്തിൽ ഉള്ളത്. നാം അവിടെ എത്തുമ്പോൾ ഈ വിധമായ അനുഭവങ്ങളാണ് നാം പ്രാപിപ്പാൻ പോകുന്നത്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? സ്തോത്രം. മറ്റ് ചോദ്യങ്ങളൊന്നുമില്ലെങ്കിൽ ഈ വിധമായ നമ്മുടെ പരമാനന്ദമായ കർത്താവിനെ നേരിൽ കണ്ട് ആ കർത്താവിനോട് കൂടെ നിത്യവാസം, അവനോട് സദൃശന്മാരായി ചിലവഴിപ്പാനുള്ള പ്രത്യാശയോടെ ഈ ലോകത്തെയും അതിൻ്റെ മോഹങ്ങളെയും തൃണവദ്ഗണിച്ച് അവയുടെ മേൽ ജയമെടുത്ത് മുൻപോട്ട് പോകുവാൻ ഈ വചനങ്ങൾ നമ്മെ ഒരുക്കട്ടെ, സഹായിക്കുമാറാകട്ടെ.